ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ വീട്. ഞാനേ വാതിൽ തുറന്ന് കയറി ചെല്ലണ സമയത്തേ മക്കൾ രണ്ടുപേരും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെല്ലണ കണ്ടിട്ടില്ല, എന്നെ കണ്ടതോ അവർ രണ്ടുപേരും അവിടെ നിന്ന് നീച്ചു പോയിട്ടോ. അപ്പൊ ഇതാട്ടോ നമ്മുടെ വീട്. ഇവിടെ കടകളായിരുന്നു കേട്ടോ, 2 കടയായിരുന്നു. ഒന്ന് പലചരക്ക് കടയായിരുന്നു കേട്ടോ, പലചരക്ക് കട, പിന്നെ ചായക്കട, അങ്ങനെ കടകളായിരുന്നു. ഈ പലചരക്ക് കട അമ്മയാണ് നോക്കിയായിരുന്നു, ഏട്ടന്റെ അമ്മയാണ് നോക്കിയായിരുന്നു. പിന്നെ കുറെ ഇട്ട് ഇതൊക്കെ പൂട്ടിക്കിടക്കായിരുന്നു, ഇവിടെ കച്ചവടം ഒന്നും ഇല്ലാണ്ട് കിടക്കായിരുന്നു. ആ സമയത്താട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറുന്നത്. അപ്പൊ ഇവിടെ അടുക്കള മാത്രമേ ഉള്ളൂ താഴത്ത്, ബാക്കിയുള്ള റൂമൊക്കെ ഇങ്ങനെ ഷട്ടർ ഇട്ടിട്ട് പൂട്ടിക്കിടക്കുന്ന റൂമുകളായിരുന്നു കേട്ടോ. പിന്നെ മുകളിലാട്ടോ 2 റൂം ഉണ്ടായിരുന്നു. അതിന് പുറത്തുനിന്നായിരുന്നു കോണി, പുറത്തു കൂടെ പോകണം കോണി കയറാൻ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, താപൊക്കെ വാങ്ങി ഷട്ടറൊക്കെ പൊളിച്ച് ചുമരൊക്കെ വെച്ച് ഞങ്ങള് കോണിയൊക്കെ ഉള്ളിന്ന് കൊടുത്തു കേട്ടോ. ഇവരൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പട്ടാമ്പി, അവർക്ക് പഴയ വീടൊക്കെ പൊളിച്ച് പകുതി വിലക്ക് കോണിയൊക്കെ കൊടുക്കില്ല, അങ്ങനത്തെ ജോലിയാണ്. അപ്പൊ അവരെടുത്തുനിന്ന് കോണിയൊക്കെ വാങ്ങി ഉള്ളിന്ന് കോണിയൊക്കെ വെച്ചു. അപ്പൊ താഴത്തിപ്പോ ഒരു റൂമാണ്, മേലെ 2 റൂം കേട്ടോ. പിന്നെ അതാ ഇവിടെ ഒരു കൂടുണ്ടാക്കി, പാത്രങ്ങളൊക്കെ വെക്കാൻ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി. പിന്നെ അതാ നിങ്ങളെന്നും കാണുന്ന നമ്മുടെ ചെറിയൊരു അടുക്കള. ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ. പിന്നെ മേലെ 2 റൂമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇത് പിന്നെ നമ്മുടെ പുറത്താണ്, മുറ്റത്ത് ഉള്ള സ്ഥലമാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇവിടെ പറയാൻ മാത്രമൊന്നുമില്ല. കുറച്ച് മുളകും തേയുണ്ട്. ഇത് 2ാമത്തെ മകനാണ് കേട്ടോ, ചിക്കു. പിന്നെ ഇത് നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള കുട്ടികളാണ്. അവരെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് വന്ന് നോക്കാറുണ്ട്. അപ്പൊ ഞാന് അവരെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പുറത്തെ വീട്ടിലുള്ള 2 കുട്ടികളാട്ടോ. അപ്പൊ ഇതാട്ടോ നമ്മുടെ വീടിന്റെ മുന്നിൽ കൂടെയാണ് ട്രെയിൻ പോണത്, കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ വീടൊക്കെ കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷം. അപ്പം വീടിന്റെ മുന്നിൽ കൂടെ റെയിൽവേ പാതയാണ്, ഇതാ ഇതിന് റോഡുണ്ട്. അപ്പൊ പിന്നെന്താ, അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.